Hi friends, welcome to English Mithra and welcome to FAQ session. ഇന്ന് നമ്മൾ കോമൻറ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എടുത്തിട്ട് അതിന് നിങ്ങൾക്ക് മറുപടി നൽകുകയാണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ചോദിക്കാം. ഞാൻ ഓക്കെ ഹാസ് ആൻഡ് ഹാവ് ഇന്റെ അർത്ഥം എന്താണ്? ലൈക്ക് അർത്ഥമുണ്ടോ, അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? ഹാസ് ആൻഡ് ഹാവിന് ലുക്ക് നമ്മളിപ്പം കാഷ്വൽ കോൺവെർസേഷനിൽ ഹാസ് ആൻഡ് ഹാവ് മെയിൻ വേർബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ, ഷീ ഹാസ് എ പപ്പി, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇൻ ദീസ് സെൻറ്റൻസസ് ഹാസിൻ്റെ ഹാവിൻ്റെ അർത്ഥം വരുന്നത് ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടെന്ന് പറയുന്നതല്ല, പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഓൺ ചെയ്യുന്നു, ഐ ഓൺ എ കാർ എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ നമ്മൾ ഐ ഹാവ് എ കാർ പറയുന്നത്. ഷീ ഓൺസ് എ പപ്പി എന്ന് പറയുന്നതിന് പകരമാണ് ഷീ ഹാസ് എ പപ്പി എന്ന് പറയുന്നത്. സോ ആ ഒരു ഓൺ ഉണ്ട്, എൻ്റെ കസ്റ്റഡിയിൽ ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ടെൻസ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണല്ലോ നമ്മൾ ഹാസും ഹാവും ഓക്സിലറി വേർബ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യം വരുമ്പോൾ മോർ ദാൻ looking for the Malayalam translation of the same, it's all about the situation. ഏത് സിറ്റുവേഷനിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്, അല്ലാതെ അർത്ഥമല്ല അവിടെ വരുന്നത്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ മീനിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഹാസ് ആൻഡ് ഹാവ്. ഇൻ ന്യൂസ് പേപ്പർ ആണോ, ഓൺ ദ ന്യൂസ് പേപ്പർ ആണോ? ഇൻ ദ ന്യൂസ് പേപ്പർ. ഇൻ ദ ന്യൂസ് പേപ്പർ. ഓക്കെ, ലൈക്ക് ഇഫ് യു ആസ്ക് ഫോർ ദ റീസൺ, ഇറ്റ്സ് ബിക്കോസ് ന്യൂസ് പേപ്പറിൽ എഴുതി വരുന്ന ഒരു ന്യൂസിനെ പറ്റിയാണല്ലോ പറയുന്നത്. ലൈക്ക് സംതിങ് ഇസ് റിട്ടൺ ഇൻ ഓൺ ദ ന്യൂസ് പേപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ടിവി, റേഡിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺ ടിവി, ഓൺ റേഡിയോ. ലൈക്ക് എന്താ ഓൺ ദ സ്ക്രീൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇറ്റ്സ് യുനോ പ്രസന്റഡ് ഓൺ, ഇറ്റ്സ് ഓൺ ദ സ്ക്രീൻ ഓൺ ദ ടി വി. എക്സാക്ട്ലി. അപ്പൊ ഈ ന്യൂസ്, ഐ മീൻ ന്യൂസിന്റെ പ്രശ്നമല്ല, ന്യൂസ് എന്നുള്ള കാര്യത്തിന്റെ പ്രശ്നമല്ല, അത് ടി വിയിൽ കാണിക്കുമ്പോൾ വി സേ ഓൺ ദ സ്ക്രീൻ. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ന്യൂസ് പേപ്പർ, ഇറ്റ്സ് ഓൾറെഡി റിട്ടൺ ഇൻ, ലൈക്ക് പേപ്പർ വരുന്നതേ ഇതോടുകൂടിയാണ്, അതിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ചേക്കുമല്ല ചെയ്യുന്നത്. ചെക്ക് ഇറ്റ് ഇൻ ദി ഡിക്ഷണറി എന്നൊക്കെ നമ്മൾ പറയത്തില്ല. സോ ഇറ്റ്സ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈഫിന്റെ യൂസ് എങ്ങനെയാണ്? ഇഫ് ലൈക്ക് അത്രയുള്ള ഇഫിന്റെ യൂസേജ് എന്താണ്? ഇഫിന്റെ യൂസേജ് ബേസിക് ആയിട്ട് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ എവിടെയാണ് ഇഫ് യൂസ് ചെയ്യുന്നതെന്നാണെങ്കിൽ എങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ചെയ്യുമെങ്കിൽ, അങ്ങനെ ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ, ഇങ്ങനെ നടക്കുമെങ്കിൽ, ഇങ്ങനെ നടന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് വിൽ മെൽറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. അപ്പം അങ്ങനത്തെ സെൻറ്റൻസസ് പറയാനായിട്ട്, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പരീക്ഷ പാസ്സാകും, അങ്ങനെ ആണെങ്കിൽ, എങ്കിൽ എന്നൊക്കെ പറയാനാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇഫ് യു വോണ്ട് ടു ലേൺ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ ഇഫ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കണ്ടീഷനും ഒരു റിസൾട്ടും കാണിക്കുന്ന ക്ലോസസ് വരുന്നതാണ്. അതായത് കണ്ടീഷണൽ സെന്റൻസസ് നമ്മൾ പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. സീരീസ് ആയിട്ടാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. ഇഫ് യു വോണ്ട് ടു ലേൺ മോർ അബൌട്ട് ഇറ്റ്, യു ക്യാൻ. റൈറ്റ്. ഇനി നെക്സ്റ്റ്, ഡോഗ് അറ്റ് ബീച്ച് ആണോ, ഓൺ ബീച്ച് ആണോ? ഡോഗ് അറ്റ് ദി ബീച്ച്. യെസ്, അറ്റ് ദി ബീച്ച്. എനിക്ക് തോന്നുന്നു ഈ ബീച്ചിന്റെ പുറത്ത് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഓൺ ദ ബീച്ച് എന്ന്. ബട്ട് ഇറ്റ് ഡസൻ ലൈക്ക് ദാറ്റ്. കാരണം ഇത് നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത് ഒരു അതെ, നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ വാട്ട് പീപ്പിൾ തിങ്ക് എന്തിന്റെ മുകളിൽ ഇരുന്നാലും, അതെ, ബീച്ചിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ബീച്ച് എന്നുള്ളത് ഒരു വസ്തു, അതിന്റെ മുകളിൽ അങ്ങനെയല്ല കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി എ പ്ലേസ്. So you are going there. You are at that place. You are at that whole place. Actually മണ്ണിന്റെ മുകളിൽ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്. We are there, right? Right. Yeah. Okay. I think I have to ask, right? Yes. I had usage correct ആണോ? Yes, I had usage correct ആണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയത്തില്ലേ, ഞാൻ I had eaten my lunch before you came എന്ന് ഞാൻ പറയാണ്. നീ വരുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഐ ഹാഡ് ഈറ്റൻ എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്നുള്ള വാക്കിന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് ഹാഡ്. ഈറ്റിന് വരെ. അപ്പം നമ്മൾ ഐ ഹാവ് മൈ ഫുഡ് എന്ന് പറഞ്ഞാൽ ഐ ഈറ്റ് മൈ ഫുഡാണ്. സോ ഐ ഹാവ്
ഈറ്റൻ മൈ ഫുഡിന് പകരം നമുക്ക് എന്ത് പറയാം? ഈറ്റന് പകരം ഹാവിന്റെ V3 ഫോം യൂസ് ചെയ്യാം. അപ്പം ഐ ഹാവ് ഹാഡ് മൈ ഫുഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഐ ഹാഡ് ഈറ്റന് പകരവും നമുക്ക് എന്ത് പറയാം? ഐ ഹാഡ് ഹാഡ് മൈ ഫുഡ്. സോ അതാണ് ഐ ഹാഡ് ഹാഡ് എന്നുള്ള യൂസേജ്. ഇറ്റ് ഈസ് എ കറക്റ്റ് യൂസേജ്. ആ രണ്ട് ഹാഡിനും ഡിഫറെന്റ് മീനിങ് ആണ് വരുന്നത്. കോണ്ടെക്സ്റ്റ്. റൈറ്റ്. ഞാനാ ചോദിക്കുന്നത്, ലൈഫ് ഇസ് നോട്ട് അബൌട്ട് ബീങ് ഹംബിൾ, ഇറ്റ്സ് അബൌട്ട് ബീങ് ഹംബിൾഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സെന്റൻസ്? ഹംബിൾ ഇറ്റ് സെൽഫ് മീൻസ് താഴ്മ എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് താഴ്മയോടെ ഇരിക്കുന്നതല്ല, താഴ്ത്തപ്പെടുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് താഴ്മയോടെ ഇരിക്കുന്നതിലല്ല, താഴ്ക്കപ്പെടുന്നതാണ് എന്ന് തോന്നുന്നു. ലൈക്ക് ബീങ് ഹംബിൾഡ് ഇസ് നോട്ട് ഓൾവേസ് എ പോസിറ്റീവ് ടേം. when I humble you, it means that ഞാൻ നിന്നെ ശരിക്കും താഴ്ത്തുവാണ്. This quote doesn't make sense. I don't know if there's a quote like this exists and if it's written by someone great, but it's not, I don't know. Look, quotes are all written on the basis of one's personal experience and one's personal thoughts. അതെല്ലാം ശരിയാവണമെന്നില്ല, ഫിലോസഫിക്കൽ ആണിത്. No, but it doesn't make much sense to me. No, it doesn't make. So life എന്ന് പറയുന്നത് താഴ്മയോടെ നടക്കുന്നതിലല്ല, താഴ്ക്കപ്പെടുന്നതിലാണ് ജീവിതം എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ, മേ ബി ദ ഹാർഡ് ട്രൂത്ത്, എനിക്കറിയത്തില്ല. ലൈഫ് എന്ന് പറയുന്നത് ഹംബിളായിട്ടിരിക്കുന്നതല്ല, ഹംബിൾ ആക്കപ്പെടുന്നതാണ് എന്നാണ് ആരോ പറഞ്ഞിട്ടുണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റി ഇതിൽ നിന്ന് വല്ലതാണോ ഇൻസ്പയർ ആയത്? അറിയില്ല. രഹസ്യങ്ങളായി ഇരിക്കട്ടെ. ഇതാരാ? അയ്യോ, ഞാൻ ചോദിക്കേണ്ടത് നീയായിരുന്നു. രഹസ്യങ്ങളായിരിക്കട്ടെ. ലെറ്റ് ദ സീക്രറ്റ്സ് റിമൈൻ സീക്രറ്റ്സ്. യാ. ഓക്കേ. Let the secrecy prevail. Let the secrets remain. സോന്നും പറയാം. രണ്ടും വാക്ക് പിന്നെ റിപ്പീറ്റ് ആക്കാതെ. ഓക്കേ, അങ്ങനെ പറയാം. ഇനി അടുത്തത് സ്കെയർ, ഫിയർ, അഫ്രെയ്ഡ്. ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? ഈ വാക്കുകളെല്ലാം ഒരേ ഫീൽഡിൽ പെടുന്നതാണെങ്കിലും, അതെ, ഒരേ കാറ്റഗറി ആണെങ്കിലും സ്കെയർ is a verb as well as a noun at times. Maybe, but scare എന്ന് പറഞ്ഞ verb ആണ് ബേസിക്കലി. ഡിയും കൂടി അറിയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആവും. പക്ഷെ അതിവിടെ ചോദിച്ചില്ല. സ്കെയർ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. What is fear then? Fear is പേടി as in പേടി the noun. Okay, ഭയം. Afraid എന്ന് പറഞ്ഞാൽ to be afraid എന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുക എന്നുള്ളതാണ്. അതൊരു സ്റ്റേറ്റ് ആണ്. In a state of fear is being afraid. Okay, it's an adjective. ഒരാളുടെ അവസ്ഥയെ കുറിച്ച് വിവരിക്കാൻ വേണ്ടി നമ്മൾ പറയാം. അവൻ പേടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ പേടിച്ചിരിക്കുക എന്നുള്ള വാക്ക് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? അയാളുടെ ആ അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഹീസ് അഫ്രെയ്ഡ് എന്ന് പറയുമ്പോൾ അവൻ പേടിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ആ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്രെയ്ഡ് യൂസ് ചെയ്യുന്നത്, പേടിച്ചിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ നിന്റെ അടുത്ത് ബഹളം വെക്കാൻ പാടില്ലായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പാടില്ലായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഷുഡിന്റ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ നിന്റെ അടുത്ത് ബഹളം വെക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഐ ഷുഡിന്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് യു എന്ന് പറയാം. ഐ ഷുഡിന്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് യു. ഇത് നേരെ ട്രാൻസ്ലേഷൻ മാത്രമാണ് ചോദിച്ചത് അതോ സെന്റൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ട്രാൻസ്ലേഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്. ഓക്കെ, next question. Must have been. Must have been. Like must have. What is asked? It's just must have been. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ എളുപ്പത്തിന് ഞാൻ എന്നാ കുഴപ്പമില്ല, അർത്ഥം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. How do you say must have been? So must have been എന്ന് പറയുന്ന phrase actually നമ്മൾ must have been എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. That is the problem with tenses ഒന്നും പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ദിസ് പെർട്ടിക്കുലർ ഫ്രേസ്. മസ്റ്റ് ഹാവ് പ്ലസ് എനി V3 ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ബീൻ ഇസ് ദ V3 ഫോം ഓഫ് ബി. പക്ഷെ ഏത് V3 ഫോം ആയാലും നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ടു ടോക്ക് അബൌട്ട് സംതിങ് ഹാപ്പൻഡ് ഇഫ് വി ഫീൽ ലൈക്ക് വാട്ട് വി ആർ സേയിങ് ഇസ് 100% ട്രൂ. അങ്ങനത്തെ കേസിലാണ് നമ്മൾ കാണാത്ത കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ 100% ഉറപ്പോടെ അതിനെ പറ്റി പറയുക. The thief must have had a key. The key എന്ന് പറയുവാണെങ്കിൽ കള്ളന്റെ താക്കോൽ ഉണ്ടായിരുന്നു കാണണം എന്നുള്ളത് 100% ഉറപ്പിൽ നമ്മൾ ഇപ്പൊ നമുക്ക് അല്ലാതെയും പറയാം. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തില് ലൈക്ക് നമ്മുടെ പാൻട്രിയിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എന്തെങ്കിലും പൊട്ടി കിടക്കാണെന്ന് വിചാരിച്ചോ.
അപ്പം നമ്മൾ പറയാണ് ഓ ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സനു. ലൈക്ക് നമ്മള് സനുവിന്റെ ഒക്കെ ഒരു ഇതിൽ റേഞ്ച് വെച്ചിട്ട് ഓർ പാച്ചു നമ്മൾ പറയുമ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ അവരുടെയൊക്കെ സ്വഭാവം വളർന്നിട്ട് നമ്മൾ പറയാം മിക്കവാറും അവനായിരുന്നു കാണണം. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല കാര്യം, പക്ഷെ നമ്മൾക്ക് ഒരുമാതിരി നമ്മുടെ ഇൻറ്റ്യൂഷൻ കാരണം നമുക്ക് ഉറപ്പാണ് അവനായിരിക്കണം. ആ സാഹചര്യത്തിലാണ് നമ്മൾ മസ്റ്റ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യുന്നത്. ഇൻ വിച്ച് മസ്റ്റ് ഹാവ് ബീനും ആയിരുന്നു കാണണം എന്നുള്ള അർത്ഥത്തിൽ യു ക്യാൻ യൂസ്. ഓക്കെ, അതായത് ലൈക്ക് ഇപ്പൊ നമുക്ക് ഇതേ സെന്റൻസ് ഇറ്റ് മൈറ്റ് ബി സനു എന്ന് നമുക്ക് പറയാം, സനു ആയേക്കാം എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ അവിടെ നമ്മൾ അഷുറൻസ് കാണിക്കുന്നില്ല. അഷുറൻസ് കാണിക്കാൻ അത്ര ഉറപ്പാണെന്നുള്ള രീതി പറയണമെങ്കിൽ നിങ്ങൾ അടുത്തത് ഞാനല്ലേ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഐ ചൂസ് ടു എബ് ആൻഡ് ഫ്ലോ വിത്ത് ലൈഫ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് അറിയാൻ പാടാത്തൊരു വേർഡ് എബ് ആയിരിക്കും. EBB. എബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരയടിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു തിര അങ്ങോട്ട് പോകുന്നു അതിങ്ങോട്ട് വരും. ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ഒഴുക്കിനെയാണ് നമ്മൾ ഒഴുകി പോകുന്നതല്ല, തിരയടിക്കുന്ന ആ ഒഴുക്കില്ലേ അതിനെയാണ് നമ്മൾ എബ് എന്ന് പറയുന്നത്. അപ്പം കവി പറയും, അല്ല കവയിത്രി, നമ്മുടെ ഈ എഴുതിക്കണ ആള് പറയാണ്, ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ജീവിതത്തിനോടൊപ്പം ഇങ്ങനെ തിരയടിച്ചൊഴുകി പോവാനാണ്. ഓക്കെ, so yeah, so yes, that is that. I don't know why she just have the 11th question every time. When I find some questions to be very interesting, I can't help myself, I just add it into the but list. I don't know why you stop at 11 again. Look, anyway. There are these people who doesn't like odd numbers. Are you one of them? No. Like odd numbers ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. My father is one among them. No. Odd number ഇഷ്ടമല്ല. He doesn't like 3. Oh, I know people like that. I know people like that. 3, 5 പിന്നെ എന്താ 7, 9 ഈ അക്കങ്ങളൊന്നും എൻ്റെ അച്ഛന് ഇഷ്ടമല്ല. Because he doesn't like odd numbers. By the way, 7 എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്പർ. But I am fine with, I like to like നമ്മുടെ ഒരു കണക്ക് എന്താ 10, 5 ഇതൊക്കെയാണ് നമ്മുടെ കണക്കല്ലേ. പക്ഷെ 5 ഓഡ് നമ്പർ അല്ല, ഓഡ് നമ്പർ. പക്ഷെ അതാണ് നമ്മുടെ കണക്ക്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചേട്ടാ 2 എന്ന് പറയത്തില്ല, നമ്മൾ എപ്പോഴും നമ്മുടെ റൗണ്ട് ഫിഗർ 5 അല്ലെങ്കിൽ 10 അല്ലേ. 5 കഴിഞ്ഞാൽ 10 ആണല്ലോ റൗണ്ട് ഫിഗർ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഔട്ട് ഐ തോട്ട് അബൌട്ട് ആഡിങ് അനദർ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാണ് അത് ശരിയാട്ടോ. യെസ്, സോ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വി ഹോപ്പ് ദാറ്റ് this session was useful for you guys, and ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, ഇൻഫർമേറ്റീവ് സെഷൻസ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഇവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. സോ ഇനി മറ്റൊരു interactive informative session കാണുന്നത് വരെ, this is Revati and Aksa signing off from English Mithra. Thank you and have a great day. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.